വനിതാ കമ്മീഷന്റെ നിലപാടിനോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു. അതിശക്തമായി സോഷ്യൽ ഓഡിറ്റ് തുടരും എന്ന് സതീദേവി മാഡത്തോട് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. മാഡം എനിക്കെതിരെ കേസെടുക്കണം എന്നൊരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സതീദേവി മാഡത്തോട് ബഹുമാനത്തോടെ ആദരവോടെ വിയോജിക്കുന്നു. അവരൊരു ഭരണഘടനാ പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്, ഞാനൊരു സാധാരണക്കാരനാണ്. ശക്തമായി ഈ സോഷ്യൽ ഓഡിറ്റ് തുടരും എന്ന് സതീദേവി മാഡത്തോട് സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു. റൈറ്റ്, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിനെതിരായ വലിയ വിമർശനങ്ങൾ കൂടി നടി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. തുടർച്ചയായി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കമുണ്ടാകുന്ന പരാമർശങ്ങൾ അവർക്ക് വ്യക്തിപരമായി സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അടക്കം അവർ പറഞ്ഞൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. മുൻകൂർ ജാമ്യം നേരത്തെ തേടിയിരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അറസ്റ്റ് അല്ലെങ്കിൽ മറ്റ് നടപടികളൊക്കെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പരാമർശത്തിൽ നിന്ന് ഒരല്പം കൂടി പിന്നോട്ട് പോകുന്ന രാഹുൽ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കോടതി നടത്തിയിട്ടുള്ള പരാമർശം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. സ്ത്രീയെ വസ്ത്രധാരണത്തിന്റെ പേരിൽ വിലയിരുത്തരുത് എന്ന ജാമ്യ ഉത്തരവിൽ തന്നെ കോടതി പറയുന്നു. ഇതൊരു കോടതി ഉത്തരവോ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവോ അല്ല, മറിച്ച് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിക്ക് നൽകിയിട്ടുള്ള ജാമ്യ ഉത്തരവിൽ തന്നെയാണ് കോടതി ഇത് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് പോകേണ്ടതില്ല. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന കൃത്യമായ നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നവമി, ഇതിപ്പോൾ കോടതിയുടെ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ജയിലിലേക്ക് എത്തിക്കണമെങ്കിൽ വലിയ കാലതാമസമൊന്നുമില്ല. ഹൈക്കോടതി സൈറ്റിൽ ആണ് വന്നിട്ടുള്ളത്. അതിന്റെ പകർപ്പ് ജില്ലാ കോടതിയിലേക്ക് എത്തിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കാമോ? ഒപ്പം ഈ മാധ്യമ പരാമർശങ്ങൾ ഇപ്പോൾ പരാമർശങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം ഒരു വ്യവസായിയാണ്.